നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടികൾ വൈകിയതിന്റെ കാരണം ജസ്റ്റിസ് ഹേമ നൽകിയ കത്തെന്ന് മുൻ സാംസ്കാരിക മന്ത്രി AK ബാലൻ. ഇരകൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സ്വകാര്യത മാനിക്കണമെന്ന് കത്തിൽ നിർദ്ദേശിച്ചിരുന്നു. സർക്കാരിന് ഈ വിഷയത്തിൽ ഒന്നും ഒളിച്ചുവെക്കാനില്ലെന്നും കോടതി അനുമതി നൽകിയ സാഹചര്യത്തിൽ ശക്തമായ തുടർ നടപടികളുണ്ടാവുമെന്നും AK ബാലൻ. PK ശശി വ്യാജ പരാതിയുണ്ടാക്കി തന്നെ കൊടുക്കാൻ ശ്രമിച്ചെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ചില മാധ്യമങ്ങളിൽ ഇതു സംബന്ധിച്ചു വന്ന വാർത്തയെക്കുറിച്ച് അറിയില്ല. പാർട്ടിയിലെ കാര്യങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബ്രാഞ്ച് അംഗത്തിന് KTDC ചെയർമാൻ പദവിയിൽ ഇരിക്കാൻ പാടില്ലെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലെന്നും EN സുരേഷ് ബാബു. കടൽ മാർഗമുള്ള ലഹരിക്കടത്തിനെതിരെ തൃശൂർ ജില്ലയിൽ അതീവ ജാഗ്രത. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ കടലിലും തീരപ്രദേശങ്ങളിലും സംയുക്ത പരിശോധന. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് രൂപീകരിച്ച പ്രത്യേക സംഘം പരിശോധന ശക്തമാക്കിയത് ഓണം വേളയിൽ തീരദേശം കേന്ദ്രീകരിച്ച വ്യാജമദ്യവും സ്പിരിറ്റും കഞ്ചാവും എത്താൻ സാധ്യതയുണ്ടെന്ന സൂചനയെ തുടർന്ന്. ഓങ്ങല്ലൂരിൽ വികസന മുരടിപ്പ് ആരോപിച്ച് BJP. പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. കേന്ദ്ര പദ്ധതികൾ ഭരണസമിതി അട്ടിമറിക്കുകയാണെന്നും ആക്ഷേപം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച്. എലവഞ്ചേരിയിൽ കുടുംബശ്രീ അഴിമതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ യുവമോർച്ച ധർണ. ഇടതു സർക്കാർ നൽകുന്നത് രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമിട്ടുള്ള വാഗ്ദാനങ്ങൾ മാത്രമെന്ന് അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയൻ INTUC. ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ യഥാസമയം ലഭിക്കാത്ത സ്ഥിതിയായെന്നും ആക്ഷേപം. ആനുകൂല്യ നിഷേധത്തിനെതിരെ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ. അമ്പലപ്പാറ പഞ്ചായത്തിലെ ചുനങ്ങാട് മലപ്പുറത്ത് പാതയോരത്ത് കഞ്ചാവ് ചെടി കണ്ടെത്തി. മലപ്പുറം സ്കൂളിന് സമീപത്തെ വളവിൽ പാഴ്ചെടികൾക്കിടയിൽ കണ്ടെത്തിയത് 1 മാസം വളർച്ചയെത്തിയ കഞ്ചാവ് ചെടി. സംഭവത്തിൽ ഒറ്റപ്പാലം പോലീസ് അന്വേഷണം തുടങ്ങി. NR ഗ്രാമപ്രകാശിന്റെ പരാതിക്ക് മറുപടിയുമായി കലാമണ്ഡലം രജിസ്ട്രാർ. ജീവനക്കാർക്കെതിരെ മുൻ രജിസ്ട്രാർ ഉന്നയിച്ച ആക്ഷേപം വസ്തുതാവിരുദ്ധമെന്ന് ഡോക്ടർ P രാജേഷ് കുമാർ. സർവീസ് കാലയളവിൽ 3 മാസത്തോളം അനധികൃതമായി പണം കൈപ്പറ്റിയെന്ന ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മുൻ രജിസ്ട്രാർക്കെതിരെ നടപടി സ്വീകരിച്ചതെന്നും വിശദീകരണം. അനങ്ങൻമലയിലെ അനധികൃത ഖനനം അവസാനിപ്പിക്കണമെന്ന വെൽഫെയർ പാർട്ടി. ഖനനം തുടർന്നാൽ മറ്റൊരു വയനാട് ആവർത്തിക്കപ്പെടും. ക്വാറി കമ്പനിയുടെ പ്രവർത്തനം ചില ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണെന്നും വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും നേതാക്കൾ. ഓണക്കാലത്തും പ്രതിസന്ധികളുടെ വറച്ചട്ടയിൽ പപ്പട നിർമ്മാണ കുടിൽ വ്യവസായ മേഖല. വൻകിട നിർമ്മാണ യൂണിറ്റുകളോട് മത്സരിക്കാനാകാതെ പരമ്പരാഗത പപ്പട നിർമ്മാണ തൊഴിലാളികൾ പതറുന്നു. ഓണം വേളയിൽ പപ്പടത്തിന് വിപണിയിൽ ഡിമാൻഡ് വർദ്ധിക്കുമ്പോഴും കോട്ടായി മേഖലയിലെ പരമ്പരാഗത പപ്പട നിർമ്മാണ തൊഴിലാളി കുടുംബങ്ങൾക്കിത് നിറം ചോർന്ന ആഘോഷവേള. വാർത്തകൾ വിശദമായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടികൾ വൈകിയതിന്റെ കാരണം ജസ്റ്റിസ് ഹേമ നൽകിയ കത്തെന്ന് മുൻ സാംസ്കാരിക മന്ത്രി AK ബാലൻ. സ്വകാര്യത മാനിക്കണമെന്നായിരുന്നു കത്തിലെ നിർദ്ദേശം. ഇരകളുടെ സ്വകാര്യത മാനിക്കണമെന്ന നിർദ്ദേശം പരിഗണിച്ചാണ് റിപ്പോർട്ട് അന്ന് പുറത്തുവിടാതിരുന്നതെന്നും AK ബാലൻ പാലക്കാട്ട് പറഞ്ഞു. ഇരകൾ നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ സ്വകാര്യത മാനിക്കണമെന്ന് നിർദ്ദേശിച്ച് ജസ്റ്റിസ് ഹേമ സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ഇത് മാനിച്ചാണ് റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നത്. കോടതി തന്നെ അനുമതി നൽകിയ സാഹചര്യത്തിൽ സർക്കാർ ശക്തമായ തുടർ നടപടികൾ സ്വീകരിക്കും. സർക്കാരിന് ഈ വിഷയത്തിൽ ഒന്നും ഒളിച്ചുവെക്കാനില്ല. ഇത്രയും കാര്യങ്ങൾ ഹേമ കമ്മിറ്റിയുടെ മുമ്പാകെ വെളിവാക്കപ്പെട്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ സ്വകാര്യതയാണ്. മൊഴി കൊടുത്ത ആൾക്കാർ ഒരു രൂപത്തിലും ഇത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നും ഇത് സ്വകാര്യമായി വെക്കണമെന്നും ഇതിൻ്റെ ഭാഗമായി ഏതെങ്കിലും രൂപത്തിലുള്ള ക്രിമിനൽ നടപടികൾക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും കമ്മീഷൻ മുമ്പാകെ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട കമ്മിറ്റി, ഹേമ കമ്മിറ്റി, ഗവൺമെൻറ്റിനൊരു കത്ത് കൊടുത്തത്. ആ കത്തിൽ സൂചിപ്പിച്ചത് ഇത് സ്വകാര്യമായി വെക്കണം, ഇതിൻ്റെ ഭാഗമായിട്ടുള്ള തുടർ നടപടികൾ, ക്രിമിനൽ നടപടികൾ വ്യക്തിപരമായി ഉന്നയിച്ച ആൾക്കാർക്ക് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് അവരുടെ സ്വകാര്യത ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട ഗവൺമെൻറ് വെച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ മുമ്പിൽ വന്ന എല്ലാ പരാതികളും ഇപ്പോൾ
പരിശോധിക്കുകയാണ്, FIR ഇടുകയാണ്, ചിലരുടെ സ്ഥാനം തെറിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനേക്കാളും അപ്പുറം ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇനിയിപ്പോൾ ഈ പരാമർശം ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജസ്റ്റിസ് ഹേമ പറഞ്ഞതിനപ്പുറം കടക്കുന്നതിന് ഗവൺമെൻറ്റിന് ഇപ്പോൾ സാധിക്കും. അങ്ങനെ ഒരു വഴി ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തുറന്നിട്ടതിൻ്റെ ഭാഗമായി മുകേഷുമായി ബന്ധപ്പെട്ട നടപടിക്കും തടസ്സമുണ്ടാകില്ല. RSS ബന്ധം ചരിത്രം പരിശോധിച്ചാൽ ആർക്കെന്ന് വ്യക്തമാകും. RSSുമായി ബന്ധം പുലർത്തേണ്ട സാഹചര്യം CPMനില്ല. ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും അന്വേഷിക്കുന്നുണ്ട്. റിപ്പോർട്ട് കിട്ടാതെ മുഖ്യമന്ത്രി എങ്ങനെ പ്രതികരിക്കുമെന്നും AK ബാലൻ പാലക്കാട്ട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. PK ശശി വ്യാജ പരാതിയുണ്ടാക്കി തന്നെ കുടുക്കാൻ ശ്രമിച്ചെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. സ്ത്രീ വിഷയത്തിൽ ജില്ലാ സെക്രട്ടറിയെ കുടുക്കാൻ PK ശശി ശ്രമിച്ചെന്നും ഇതിനായി നിരവധി തവണ കോയമ്പത്തൂർ യാത്ര നടത്തിയെന്നുമുള്ള മാധ്യമവാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു EN സുരേഷ് ബാബു. പിന്നെ ജില്ലാ സെക്രട്ടറിയെ കൊടുക്കാൻ തയ്യാറായി എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്കെങ്ങനെ കിട്ടി? അതാണ് പ്രശ്നം. ഞങ്ങളാരും എവിടെയും അത് പറഞ്ഞിട്ടില്ലല്ലോ. ജില്ലാ സെക്രട്ടറി ആകെ കൊടുക്കാൻ തയ്യാറായി PK ശശി എന്നുള്ളത് ഞങ്ങളെവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ പത്രക്കാരിതിനെ വ്യാഖ്യാനിക്കണു എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. പിന്നെ നിങ്ങളോട് പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് കൃത്യമായി പറയാൻ ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല. പക്ഷെ നിങ്ങളെ കൊണ്ട് പറയേണ്ട കാര്യം പറയാവൂ. അല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നുള്ളതും ഇല്ല എന്നുള്ളതെല്ലാം ഞങ്ങൾ പറയേണ്ട സമയത്ത് പറയും. പാർട്ടിക്കുള്ളിൽ നടക്കുന്നതും PK ശശിക്കെതിരായ നടപടിയുടെ കാരണങ്ങളും പുറത്തു പറയേണ്ട ആവശ്യമില്ല. ബ്രാഞ്ച് അംഗം KTDC ചെയർമാൻ പദവിയിൽ ഇരിക്കാൻ പാടില്ലെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. PK ശശി നിലവിൽ പാർട്ടി മെമ്പറാണ്. അദ്ദേഹത്തിനെതിരെ കൂടുതൽ എന്തെങ്കിലും നടപടിയുണ്ടെങ്കിൽ അത് പറയേണ്ട സമയത്ത് പുറത്തറിയിക്കുമെന്നും സുരേഷ് ബാബു പാലക്കാട്ട് പറഞ്ഞു. ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിന് ഒരു കോർപ്പറേഷൻ്റെ തലപ്പത്തിരിക്കാൻ പാടില്ല എന്ന് നിങ്ങളാരോടാ പറഞ്ഞത്? നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടില്ല? ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു കോർപ്പറേഷൻ്റെ തലപ്പത്തിരിക്കാൻ ചിലപ്പോൾ പൊതുവായി ഞങ്ങൾ കാണുന്ന ഒരാളെ ഏൽപ്പിക്കും. മനസ്സിലായി? അത് പാർട്ടിയുടെ തീരുമാനമാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തീരസുരക്ഷ ഉറപ്പാക്കാനും കടൽ വഴിയുള്ള മദ്യ മയക്കുമരുന്ന് കടത്ത് തടയുന്നതിനും തൃശൂരിൽ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ കടലിൽ സംയുക്ത പരിശോധന നടത്തി. വാടാനപ്പള്ളി എക്സൈസ് സർക്കിൾ ഓഫീസ്, ചാവക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസ്, അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ്, മുനക്കക്കടവ് തീരദേശ പോലീസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ MF പോൾ, FEO അശ്വിൻ രാജ്, എക്സൈസ് ഇൻസ്പെക്ടർമാരായ CH ഹരികുമാർ, PM പ്രവീൺ, മുനക്കക്കടവ് കോസ്റ്റൽ ഇൻസ്പെക്ടർ പ്രേംലാൽ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് രൂപീകരിച്ച പ്രത്യേക സംഘമാണ് പരിശോധന നടത്തിയത്. ഓണാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് തൃശൂർ ജില്ലയിലെ തീരദേശം കേന്ദ്രീകരിച്ച് വ്യാജമദ്യവും സ്പിരിറ്റും കഞ്ചാവും എത്താൻ സാധ്യതയുണ്ടെന്ന സൂചനയെ തുടർന്നാണ് പരിശോധനയും പട്രോളിംഗും നടത്തിയത്. എടമുട്ടം മുതൽ കപ്രിക്കാട് വരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കടലിൽ പോയ മത്സ്യബന്ധന ബോട്ടുകളാണ് പ്രധാനമായും പരിശോധിച്ചത്. കരയിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ കണ്ട മത്സ്യബന്ധന യാനങ്ങളും ബോട്ടുകളും അഴിമുഖം വഴി കടലിൽ നിന്ന് കയറി വന്ന ബോട്ടുകളും പരിശോധനയ്ക്ക് വിധേയമാക്കി. ഗോവ, മംഗലാപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കടൽ മാർഗം മദ്യവും സ്പിരിറ്റും എത്താറുണ്ട്. ഈ പശ്ചാത്തലത്തിലായിരുന്നു പരിശോധന. വരും ദിവസങ്ങളിൽ പരിശോധന തുടരുമെന്ന് സംയുക്ത പട്രോളിംഗ് സംഘം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അമ്പലപ്പാറ പഞ്ചായത്തിലെ ചുനങ്ങാട് മലപ്പുറത്ത് റോഡരികിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. 1 മാസം വളർച്ചയെത്തിയ കഞ്ചാവ് ചെടിയാണ് പോലീസ് കണ്ടെത്തിയത്. ചുനങ്ങാട് മലപ്പുറം സ്കൂളിന് സമീപത്തെ വളവിലാണ് കുറ്റിച്ചെടികൾക്കിടയിൽ വളരുന്ന കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. 18 സെന്റിമീറ്റർ നീളവും 1 മാസം വളർച്ചയും വരുന്ന ചെടിയാണ് ഒറ്റപ്പാലം പോലീസ് കണ്ടെത്തിയത്. ചൊവ്വാഴ്ച രാവിലെ 9:30 അമ്പലപ്പാറ ഭാഗത്ത് പട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് സംഭവം. പ്രദേശത്തെ ഇരുചക്രവാഹന റിപ്പയർ ഷോപ്പിന് മുന്നിൽ നാട്ടുകാർ കൂടി നിൽക്കുന്നത് കണ്ട് അന്വേഷിക്കുകയായിരുന്നു. കഞ്ചാവ് ചെടി കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ ഒറ്റപ്പാലം പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് നേരിടുന്നത് വികസന മുരടിപ്പാണെന്നാരോപിച്ച് BJP ഓങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കേന്ദ്ര പദ്ധതികൾ ഭരണസമിതി അട്ടിമറിക്കുകയാണെന്നും BJP ആരോപിച്ചു.
ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് BJP ഓങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ മാർച്ച് മനക്കൽപ്പടി പരിസരത്ത് നിന്നും ആരംഭിച്ചു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെത്തിയ പ്രവർത്തകരെ പട്ടാമ്പി പോലീസ് SI മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള പോലീസ് തടഞ്ഞു. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ വികസന മുരടിപ്പും കേന്ദ്ര പദ്ധതികൾ അട്ടിമറിക്കുന്നതും ചൂണ്ടിക്കാട്ടിയാണ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. വർഷങ്ങളായി പഞ്ചായത്ത് ഭരിക്കുന്നവർ വികസന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്തവരാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംസാരിച്ച BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് കുറ്റപ്പെടുത്തി. കാലങ്ങളായിട്ട് ഇവിടെ ഭരിക്കുന്നവർ, ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർ ഒരു കാരണവശാലും ഈ പഞ്ചായത്തിന്റെ വികസനത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. ഈ പഞ്ചായത്തിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു റോഡുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഒരു റോഡിലും കുണ്ടും കുഴിയുമില്ലാത്ത ഒരു പഞ്ചായത്ത് ആയി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു റോഡും ഇല്ല. എല്ലാറ്റിലും കുണ്ടും കുഴിയുമാണ്. ഒരു റോഡിൽ കൂടെയും സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല. അതിനുവേണ്ടി ഒന്നും ചെയ്യാൻ ഇവിടുത്തെ ഭരണസമിതി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മേഖലാ പ്രസിഡന്റ് ജയശങ്കർ അധ്യക്ഷനായി. നേതാക്കളായ ജയൻ മാസ്റ്റർ, VC സന്തോഷ്, ഗോപി പൂവക്കോട്, A റഹീം, ഉണ്ണികൃഷ്ണൻ, ശ്രീദേവി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വള്ളത്തോൾ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. പ്രതിഷേധ ധർണ KPCC സെക്രട്ടറി A പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ചെറുതുരുത്തി സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു. ഫിനാൻഷ്യൽ പോളിസി പരിപൂർണമായി പരാജയപ്പെട്ടുകൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. കോൺഗ്രസ് അഭിമാനപൂർവ്വം കൊണ്ടുവന്ന പദ്ധതിയാണ് പഞ്ചായത്ത് രാജ് സംവിധാനം. ആ പഞ്ചായത്ത് സംവിധാനത്തെ പരിപോഷിപ്പിച്ചത്, ശക്തി നൽകിയത്, സാധാരണക്കാരുടെ കൈകളിലേക്ക് അധികാരം നൽകിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അങ്ങനെ കോൺഗ്രസ് കൊണ്ടുവന്ന പഞ്ചായത്ത് രാജ് സംവിധാനത്തെ പരിപൂർണമായി തകർത്തുകൊണ്ടാണ് ഇന്ന് പിണറായിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുന്നോട്ട് പോകുന്നത്. തുടർന്ന് നടന്ന യോഗത്തിൽ വള്ളത്തോൾ നഗർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MA മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷനായി. കോൺഗ്രസ് നേതാക്കളായ മോഹനൻ, OU ബഷീർ, മനോജ്, അബ്ദുൾ ജബ്ബാർ, മായാഉദ്ദീൻ, ബീന, ബാബു, ഹരിദാസ്, അർഷാദ്, രതീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പഞ്ചായത്തുകളിലെ വിവിധ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, ഇറിഗേഷൻ കനാലുകളുടെ ഇടിഞ്ഞ ഭാഗങ്ങൾ നന്നാക്കുക, പഞ്ചായത്തിലെയും പഞ്ചായത്തിന് കീഴിലുള്ള സ്ഥാപനങ്ങളുടെ അനധികൃത നിയമനങ്ങൾ തടയുക, പഞ്ചായത്ത് ബിൽഡിങ്ങുകളുടെ ലേലത്തിൽ നടക്കുന്ന അഴിമതി അന്വേഷിക്കുക, സ്ത്രീകൾക്കും കുട്ടികൾക്കുള്ള വിശ്രമ സ്ഥലങ്ങൾ അവർക്ക് വിട്ടു നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനവും നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമാക്കിയുള്ള വാഗ്ദാനമല്ലാതെ ഇടതു സർക്കാർ അങ്കണവാടി ജീവനക്കാർക്ക് ഒന്നും നൽകിയിട്ടില്ലെന്ന് അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയൻ INTUC. ആനുകൂല്യ നിഷേധത്തിനെതിരെ യൂണിയൻ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇടതുമുന്നണി നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റിയില്ലെന്ന് മാത്രമല്ല, ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ സമയത്ത് കിട്ടാത്ത സ്ഥിതിയായെന്ന് യൂണിയൻ നേതാക്കൾ ആരോപിച്ചു. സർക്കാരിന്റെ കെടുകാര്യസ്ഥത മറച്ചുപിടിക്കാൻ കേന്ദ്ര സർക്കാരിനെ പഴിചാരി രക്ഷപ്പെടാനാണ് സർക്കാരും CPM-ഉം ശ്രമിക്കുന്നത്. ആനുകൂല്യ നിഷേധത്തിനെതിരെ ഇടത് സംഘടനകൾ നടത്തുന്ന പ്രചരണങ്ങൾ ജീവനക്കാരെ വഞ്ചിക്കലാണെന്നും യൂണിയൻ ആരോപിച്ചു. ഓണം ബോണസ്, ആരോഗ്യ ഇൻഷുറൻസ്, PF, ESI, ഗ്രാറ്റുവിറ്റി എന്നിവ അനുവദിക്കുക, വിരമിച്ച ജീവനക്കാരുടെ വെൽഫെയർ തുക പലിശ സഹിതം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. രക്ഷാധികാരി ഡോക്ടർ A ശിവരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് VG ശോഭനകുമാരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് P വിജയകുമാർ, S ദേവസഹായം, A അംബുജാക്ഷൻ, V ഭാഗ്യലക്ഷ്മി, PV കുഞ്ഞമ്മ, C സുഭാഷിണി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. യുവമോർച്ച എലവഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ CDS-ൽ നടന്നിട്ടുള്ള 1.7 കോടി രൂപയുടെ അഴിമതി
വിജിലൻസ് അന്വേഷിക്കണമെന്നും അഴിമതിയിൽ പങ്കാളികളായവരെ ശിക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് നടത്തിയ ധർണ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീമതി സരിത അടിച്ചു മാറ്റിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, എലവഞ്ചേരിയിലെ പാവപ്പെട്ട അമ്മമാരെയും സഹോദരിമാരെയും വഞ്ചിച്ചുകൊണ്ട് നിങ്ങളെ സംരക്ഷിക്കുവാൻ ഇവിടെ ഒരു പോലീസും ഉണ്ടാവില്ല, നിങ്ങളുടെ ഒരു പാർട്ടിയും ഉണ്ടാവില്ല. കാരണം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് സഖാവ് പിണറായി വിജയന് അങ്ങ് വിയ്യൂരിലെ ജയിലിൽ നിന്ന് വോട്ട് ചെയ്യേണ്ട ഗതികേടിലേക്ക് ഈ കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി തന്നെ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയനും രണ്ടുപേരും ഉൾപ്പെടെ ജയിലിലേക്ക് പോകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. പ്രതിഷേധ ധർണയിൽ കൊല്ലങ്കോട് മണ്ഡലം വൈസ് പ്രസിഡന്റ് എസ് സുധീഷ് അധ്യക്ഷനായി. BJP കൊല്ലങ്കോട് മണ്ഡലം പ്രസിഡന്റ് KR പ്രശാന്ത്, ജനറൽ സെക്രട്ടറി PC ശിവദാസ്, യുവമോർച്ച ജില്ലാ ഖജാൻജി L നിർമ്മൽകുമാർ, ജില്ലാ കമ്മിറ്റി അംഗം M ജിഷ്ണു, കൊല്ലങ്കോട് മണ്ഡലം ജനറൽ സെക്രട്ടറി R രാജേഷ്, BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് R ബിജു, മണ്ഡലം വൈസ് പ്രസിഡന്റ് K ഗിരീഷ്, സെക്രട്ടറി V പരമേശ്വരൻ, യുവമോർച്ച മണ്ഡലം സോഷ്യൽ മീഡിയ കൺവീനർ G അമൃതാനന്ദ ബാബു, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അർജുൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ ബസ്സിടിച്ച് ഇരുചക്ര വാഹനയാത്രികനായ യുവാവിന് പരിക്ക്. പഴുന്നാന സ്വദേശി 19 വയസ്സുള്ള റമീസിനാണ് പരിക്കേറ്റത്. കുന്നംകുളം റോഡിൽ നിന്ന് ഓട്ടുപാറ ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന ബൈപ്പാസ് റോഡിലായിരുന്നു അപകടം. ഓട്ടുപാറയിൽ നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന റമീസ് ഓടിച്ചിരുന്ന ബൈക്കിൽ എതിർദിശയിൽ വന്ന ബസ് ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ യുവാവിനെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിലെത്തിച്ചു. എരുമപ്പെട്ടി ചിറ്റണ്ട വളവിന് സമീപം നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വയനാട് നിന്ന് ആലപ്പുഴയിലേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വളവ് തിരിഞ്ഞു വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് പാതയോരത്തെ നിറയെ വെള്ളമുള്ള തോട്ടിലേക്ക് മറിയുകയായിരുന്നു. ക്രെയിൻ എത്തിച്ച് നാട്ടുകാരുടെ സഹായത്തോടെയാണ് വാഹനം തോട്ടിൽ നിന്ന് കയറ്റിയത്. കലാമണ്ഡലം ജീവനക്കാർക്കെതിരെ മുൻ രജിസ്ട്രാർ ഡോക്ടർ N ഗ്രാമപ്രകാശ് കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശം വസ്തുതാവിരുദ്ധമെന്ന് കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ. സർവീസ് കാലയളവിൽ 3 മാസത്തോളം അനധികൃതമായി പണം കൈപ്പറ്റിയെന്ന സർക്കാർ ഓഡിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് മുൻ രജിസ്ട്രാർക്കെതിരെ കലാമണ്ഡലം നടപടി സ്വീകരിച്ചതെന്നും കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ. കലാമണ്ഡലം മുൻ രജിസ്ട്രാർ ഡോക്ടർ ഗ്രാമപ്രകാശ് 3 മാസങ്ങളിലായി അനധികൃതമായി 30,000 രൂപ കൈപ്പറ്റിയിരിക്കുന്നുവെന്ന് 2010 സർക്കാർ ഓഡിറ്റിൽ വ്യക്തമായിരുന്നു. ഇത് തിരിച്ചടയ്ക്കുന്നത് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് ഗ്രാമപ്രകാശ് നൽകിയ കത്തും സർക്കാർ നിരാകരിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് കലാമണ്ഡലം മുൻ രജിസ്ട്രാർ അനധികൃതമായി കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചടയ്ക്കണമെന്ന നിലപാടുമായി കലാമണ്ഡലം മുന്നോട്ട് വന്നത്. ഇത് തീർത്തും നിയമപരമായ നടപടിയാണെന്നും അദ്ദേഹത്തോടുള്ള വ്യക്തിവൈരാഗ്യം മൂലമാണെന്ന മുൻ രജിസ്ട്രാറിന്റെ പരാമർശം ദൗർഭാഗ്യകരമായെന്നും ഡോക്ടർ P രാജേഷ് കുമാർ STV ന്യൂസിനോട് പറഞ്ഞു. 6,71,000 രൂപയാണ് ഏകദേശം കഴിഞ്ഞ 7 വർഷമായിട്ട് ഡോക്ടർ ഗ്രാമപ്രകാശ് കലാമണ്ഡലത്തിൽ നിന്ന് TA സിറ്റിംഗ് ഫീ ഇനത്തിൽ വാങ്ങിയിട്ടുള്ളത്. അതിൽ അദ്ദേഹത്തെ ഭരണസമിതിയിൽ നിന്ന് നീക്കം ചെയ്ത അവസ്ഥയിൽ അദ്ദേഹത്തിൽ നിന്ന് കിട്ടാനുള്ള 30,000 രൂപ തിരിച്ചു പിടിക്കണമെന്ന് സ്വാഭാവികമായിട്ടും നമ്മുടെ ഫയൽ എഴുതി. അത് വൈസ് ചാൻസലർ അംഗീകരിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് കത്ത് കൊടുത്തു. 18% പലിശ അടക്കം ഈ പൈസ തിരിച്ചടയ്ക്കാൻ. എന്നാൽ അതിനെ തുടർന്ന് നിലവിലുള്ള വൈസ് ചാൻസലർക്ക് രേഖാമൂലം ഒരു കത്തയച്ചു ഈ തുക സംബന്ധിച്ച്. അപ്പോഴാണ് നിങ്ങൾ വിശദമായൊരു കത്ത്, ഇതിൻ്റെ നാൾവഴികൾ കൂടി സൂചിപ്പിച്ചുകൊണ്ടൊരു കത്ത് നൽകിയത്. ഇതിൽ കുടുംബകാര്യമോ വ്യക്തിപരമായ കാര്യമൊന്നുമില്ല. ഓഡിറ്റ് പരാമർശവും ആ ഓഡിറ്റ് പരാമർശത്തെ സാധൂകരിക്കണമെന്ന് സർക്കാരും പറഞ്ഞ സാഹചര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഈ തുക നമുക്ക് പിടിച്ചേ മതിയാവും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കോർപ്പറേറ്റ് വൽക്കരണത്തിനും തൊഴിലാളി ചൂഷണത്തിനുമെതിരെ സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ പാലക്കാട് കളക്ടറേറ്റ് ധർണ നടത്തി. SDTU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ES ഖാജ ഹുസൈൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റ് വൽക്കരണം അവസാനിപ്പിക്കുക, സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് SDTU പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തിയത്. 100ഓളം പ്രവർത്തകർ സമരത്തിൽ പങ്കെടുത്തു. യൂണിയൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മരക്കാർ ഒറ്റപ്പാലം അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഇക്ബാൽ ഷൊർണൂർ സ്വാഗതവും മൊയ്തുട്ടി മുത്തു കൊപ്പം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പത്തിരിപ്പാല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സംരംഭകത്വ ഫ്യൂഷൻ എക്സ്പോ 2024 സംഘടിപ്പിച്ചു.
കോളേജിലെ PG ഡിപ്പാർട്ട്മെന്റ് കൊമേഴ്സ് വിഭാഗവും ED ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിച്ച എക്സ്പോ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PN ജയരാമൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബും അതുപോലെ തന്നെ PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് സംയുക്തമായിട്ട് ഈ ഒരു മേള സംഘടിപ്പിക്കുകയാണ്. നേരത്തെ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികളിൽ സംരംഭത്വ സംസ്കാരം വളർത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു മേള നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്. ഖാദി വില്ലേജ് ആൻഡ് ഇൻഡസ്ട്രീസിന്റെ സഹകരണത്തോടു കൂടിയാണ് ഈ ഒരു മേള സംഘടിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾക്കിടയിൽ സംരംഭകത്വ സംസ്കാരം വളർത്തിയെടുക്കാനും കഴിവും സാങ്കേതിക വിദ്യയും ആത്മവിശ്വാസവുമുള്ളൊരു പുതിയ തലമുറയെ വാർത്തെടുക്കാനുമാണ് ഇത്തരം മേള സംഘടിപ്പിച്ചത്. ഖാദിയുടെ തുണിത്തരങ്ങൾ, വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, കരകൗശല വസ്തുക്കൾ, വീട്ടുപകരണങ്ങൾ, പാള കൊണ്ടുള്ള പാത്രങ്ങൾ, ശുചീകരണ ലായനികൾ തുടങ്ങി 15ലേറെ സ്റ്റാളുകളും മേളയിലുണ്ടായിരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ ED ക്ലബ് കോർഡിനേറ്റർ V അജിത അധ്യക്ഷയായി. കൊമേഴ്സ് വിഭാഗം മേധാവി PP ഇന്ദു, ഉത്തര കമൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രദർശനം കാണാൻ നിരവധി വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. റെയിൽവേ കരാർ തൊഴിലാളികൾക്ക് കരാർ വ്യവസ്ഥ പ്രകാരമുള്ള ശമ്പളവും ആനുകൂല്യങ്ങളും കൃത്യമായി നൽകണമെന്ന് RCC and GWU CITU. ഇതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഷൊർണൂരിൽ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനവും വിശദീകരണ പൊതുയോഗവും നടത്തി. RCC and GWU CITU ഷൊർണൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും നടത്തിയത്. പ്രകടനത്തിന് ശേഷം നടന്ന യോഗം RCC and GWU സംസ്ഥാന പ്രസിഡന്റ് RG പിള്ള ഉദ്ഘാടനം ചെയ്തു. അതുപോലെ ഭക്ഷണ സാധനങ്ങൾ തയ്യാറാക്കി കൃത്യസമയത്ത് യാത്രക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്ന ജോലിയിൽ ഏർപ്പെട്ട തൊഴിലാളികളാണെങ്കിലും അവരുടെ സേവനത്തെ വിലമതിക്കുവാനോ അവരുടെ അധ്വാനത്തെ കണക്കിലെടുക്കുവാനോ അവർക്ക് ലഭിക്കേണ്ടുന്ന ശമ്പളം കൃത്യമായി ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുവാൻ പോലും ഇന്നത്തെ റെയിൽവേ ഭരണകൂടം കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് കീഴിലുള്ള ഇത്രയും തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു മേഖല ഇന്ന് അരാജകത്വത്തിലേക്കാണ് റെയിൽവേ തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗം ലോകേഷ് അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ യൂണിറ്റ് സെക്രട്ടറി MA രാജേഷ് സ്വാഗതം പറഞ്ഞു. യൂണിറ്റ് പ്രസിഡന്റ് ND ദിൻഷാദ്, സംസ്ഥാന കമ്മിറ്റി അംഗം CR മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് യൂണിയൻ മാഗസിൻ വോക്സ് പോപ്പുലി പ്രകാശനം ചെയ്തു. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം, ഗായകൻ ഹനാൻ ഷാക്കി നൽകി മാഗസിൻ പ്രകാശനം നിർവഹിച്ചു. വ്യക്തിസ്വാതന്ത്ര്യം കവർന്നെടുക്കപ്പെടുന്ന കാലത്ത് അവകാശങ്ങളെക്കുറിച്ച് പുതുതലമുറ ജാഗരൂകരാകണമെന്ന് മാഗസിൻ പ്രകാശനം നിർവഹിച്ചുകൊണ്ട് VT ബൽറാം പറഞ്ഞു. പട്ടാമ്പി സർക്കാർ സംസ്കൃത കോളേജ് യൂണിയന്റെ നേതൃത്വത്തിലാണ് വോക്സ് പോപ്പുലി എന്ന പേരിൽ മാഗസിൻ തയ്യാറാക്കിയത്. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ മുൻ MLA VT ബൽറാം മാഗസിൻ പ്രകാശനം നിർവഹിച്ചു. സ്വാതന്ത്ര്യങ്ങൾ കവർന്നെടുക്കുന്ന കാലമാണിത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ രാജ്യം പുറകോട്ടു പോകുന്നു. ഈ സാഹചര്യത്തിൽ അവകാശങ്ങളെക്കുറിച്ച് പുതുതലമുറയിലുള്ളവർ ജാഗരൂകരാകണമെന്ന് VT ബൽറാം അഭിപ്രായപ്പെട്ടു. പ്രശസ്ത ഗായകൻ ഹനാൻ ഷാ മുഖ്യ അതിഥിയായി. കോളേജ് പ്രിൻസിപ്പൽ CD ദിലീപ് അധ്യക്ഷനായി. യൂണിയൻ ചെയർമാൻ സഹൽ അഴകൻ, സ്റ്റാഫ് എഡിറ്റർ K രമ, KR നാരായണസ്വാമി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അനങ്ങന്മലയിലെ അനധികൃത ഖനനം തുടരാൻ അനുവദിക്കരുതെന്ന് വെൽഫെയർ പാർട്ടി. അനങ്ങന്മലയിൽ ഖനനം തുടർന്നാൽ മറ്റൊരു വയനാട് ആവർത്തിക്കപ്പെടുമെന്നും ഖനനം നിരോധിക്കാൻ സർക്കാർ സത്വര നടപടി സ്വീകരിക്കണമെന്നും വെൽഫെയർ പാർട്ടി മണ്ഡലം ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ക്വാറി കമ്പനിയുടെ താൽപര്യപ്രകാരമാണ് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നത്. ഒറ്റപ്പാലം നഗരസഭാ പരിധിയിലെ സ്ഥലത്താണ് ഇതുവരെ അനധികൃത ഖനനം നടന്നത്. കേരളത്തിലെ സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടി തന്നെയാണ് നഗരസഭയും ഭരിക്കുന്നത്. അടിയന്തരമായി നടപടിയെടുക്കാൻ സാഹചര്യമുണ്ടായിട്ടും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി പ്രവർത്തിച്ച കമ്പനിക്കെതിരെ നടപടിയെടുക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് വെൽഫെയർ പാർട്ടി ചൂണ്ടിക്കാട്ടി. 10ഓളം ചെറിയ ഉരുൾപൊട്ടലുകൾ ഈ പ്രദേശത്തുണ്ടായിട്ടുണ്ട്. 3 പഞ്ചായത്തുകളിലായി 12 കിലോമീറ്റർ നീളത്തിൽ നീണ്ടുകിടക്കുന്ന അനങ്ങന്മല പ്രദേശത്ത് 4 സ്കൂളുകളിലായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. 10,000കണക്കിന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ നിലയിലാണ് അനങ്ങന്മലയിൽ ക്വാറി പ്രവർത്തനം നടക്കുന്നത്. നിയമങ്ങൾ കാറ്റിൽ പറത്തിയുള്ള ഖനനത്തിനെതിരെ ശക്തമായ നടപടിയുണ്ടാകണമെന്ന് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടു. അനങ്ങന്മലയിലെ അനധികൃത ഖനനം തുടരാൻ സർക്കാർ അനുവദിക്കരുത് എന്ന് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെടുകയാണ്. അനങ്ങന്മലയിൽ ഖനനം തുടർന്നാൽ മറ്റൊരു വയനാട് ആവർത്തിക്കപ്പെടും.
ഇവിടെ ഖനനം നടത്തുന്നതിന് ശാസ്ത്രീയമായ ഒരു പഠനവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. സ്വകാര്യ കമ്പനിയുടെ താല്പര്യത്തിന് വേണ്ടി ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ വരുന്ന സ്ഥലത്താണ് കമ്പനി ഇതുവരെ അനധികൃതമായി ഖനനം നടത്തിയത്. കേരളത്തിലെ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി തന്നെയാണ് ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയും ഭരിക്കുന്നത്. അടിയന്തരമായി ഇതിനെതിരെ നടപടിയെടുക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി പ്രവർത്തിച്ച ഈ കമ്പനിക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്നതിൽ നിന്ന് കമ്പനിക്ക് ലഭിച്ച രാഷ്ട്രീയ പിന്തുണ വ്യക്തമാവുകയാണ്. നിലവിൽ ഇതുവരെ 10ഓളം ചെറിയ ഉരുൾപൊട്ടലുകൾ ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ജാഫർ പത്തിരിപ്പാല, ജില്ലാ കമ്മിറ്റി അംഗം ഫൈസൽ അമ്പലപ്പാറ, മണ്ഡലം സെക്രട്ടറി ഫാറൂഖ് പത്തിരിപ്പാല, ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് ഫൈസൽ, മുനിസിപ്പൽ കമ്മിറ്റി അംഗം ഷെരീഫ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മണ്ണൂർ പെരടിക്കുന്നിലെ മൃഗസംരക്ഷണ വകുപ്പ് ഉപകേന്ദ്രം ഒരു വർഷത്തോളമായി പ്രവർത്തന സജ്ജമല്ലാതായതോടെ പ്രതിസന്ധിയിലായി പ്രദേശത്തെ ക്ഷീര കർഷകരും കന്നുകാലി ഉടമകളും. ഉപകേന്ദ്രത്തിലെ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടറെ ഒരു വർഷം മുൻപ് ഒറ്റപ്പാലത്തേക്ക് സ്ഥലം മാറ്റിയതോടെയാണ് കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിൽ താളം തെറ്റിയത്. 24 വർഷം മുൻപ് ക്ഷീര കർഷകരുടെയും പ്രദേശത്തെ ജനങ്ങളുടെയും ആവശ്യത്തെ തുടർന്നാണ് നഗരപ്പുറം പെരടിക്കുന്നിൽ ഊർജിത കന്നുകാലി വികസന ഉപകേന്ദ്രം എന്ന പേരിൽ പ്രവർത്തനം തുടങ്ങിയത്. ഒരു വർഷം മുൻപ് വരെ ഇവിടെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറുടെ സേവനം ലഭ്യമായിരുന്നു. എന്നാൽ ഇവിടെ സേവനം അനുഷ്ഠിച്ചിരുന്ന ജീവനക്കാരിയെ ഒറ്റപ്പാലത്തേക്ക് മാറ്റിയതോടെയാണ് ക്ഷീര കർഷകർ ഒരു വർഷത്തോളമായി ഏറെ വലഞ്ഞത്. കന്നുകാലികൾക്ക് രോഗം വന്നാലോ കുത്തിവയ്പ് നടത്താനോ 3 കിലോമീറ്റർ അകലെയുള്ള മണ്ണൂരിലെ വെറ്റിനറി കേന്ദ്രത്തിലേക്ക് വാഹനത്തിൽ എത്തിക്കേണ്ട അവസ്ഥയാണ്. ഇത് അധിക ചെലവും കൂടിയാണെന്ന് കർഷകർ പറയുന്നു. പഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ട് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറെ ഇവിടെ തന്നെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിന് നിവേദനം നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത പറഞ്ഞു. നിലവിൽ മണ്ണൂർ മൃഗാശുപത്രിയിലെ LIക്ക് ചാർജ് നൽകിയിട്ടുണ്ടെങ്കിലും ഇവിടെയുള്ള ജോലി തിരക്ക് മൂലം പെരടിക്കുന്നിലേക്ക് എത്താനും സാധിക്കുന്നില്ല. ഒറ്റപ്പാലത്തേക്ക് മാറ്റിയ LIക്ക് ശമ്പളം കൊടുക്കുന്നത് മണ്ണൂർ പഞ്ചായത്താണെന്നും ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറെ മണ്ണൂർ പെരടിക്കുന്ന് ഉപകേന്ദ്രത്തിൽ തന്നെ നിയമിക്കാനുള്ള നടപടി ജില്ലാ വെറ്റിനറി അധികൃതർ സ്വീകരിച്ചില്ലെങ്കിൽ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകുമെന്നും മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത പറഞ്ഞു. എന്നാൽ നാളെ ഇതുവരെയായിട്ടും ഒരു നടപടിയും ജില്ലാ വെറ്റിനറിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഉണ്ടായിട്ടില്ല. നിരന്തരമായി നമ്മൾ അവിടെ കൃത്യമായി പോയി ഇടപെടുകയും ചെയ്തിരുന്നു. അപ്പോൾ നമ്മളോടെല്ലാം പറയുന്നത് പുതിയതായി നമുക്ക് ആള് വന്നിട്ടില്ല, അപ്പോൾ ആളുകൾ വരുന്ന മുറയ്ക്ക് നിലവിലുണ്ടായിരുന്ന LI ലിഷാമോളെ നമുക്ക് തിരിച്ചു തരും എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ LI ഇല്ല എന്നുള്ളത് ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരു വർഷം മുൻപാണ് 2.5 ലക്ഷം രൂപ ചിലവിൽ ഉപകേന്ദ്രം നവീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓണക്കാലത്തേക്കുള്ള ഒരുക്കങ്ങളിലും ആഘോഷ പരിപാടികളിലുമൊക്കെ മലയാളി ഭക്ഷണശീലങ്ങളിൽ വൈകാരിക അടുപ്പം പുലർത്തുന്ന ഒന്നാണ് പപ്പടം. ഓണം പ്രമാണിച്ച് പപ്പടത്തിന് വിപണിയിൽ ഡിമാൻഡ് ഏറുമ്പോഴും കോട്ടായി മേഖലയിൽ കുടിൽ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പപ്പട നിർമ്മാണം നടത്തുന്ന കുടുംബങ്ങൾക്ക് പറയാനുള്ളത് അത്ര സുഖകരമായ അനുഭവങ്ങളല്ല. കാലാവസ്ഥയിൽ മാറ്റം വരുമ്പോഴൊക്കെ മേഖലയിൽ കുടിൽ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പപ്പട നിർമ്മാണം നടത്തുന്ന കുടുംബങ്ങളുടെ ഉള്ളിൽ ആദ്യമാണ്. കത്തുന്ന വെയിലുണ്ടെങ്കിൽ മാത്രമേ ഏറെ നേരം പ്രയാസപ്പെട്ട് പരത്തിയെടുത്ത പപ്പടം ഉണങ്ങി കിട്ടുകയുള്ളൂ. ശ്രമകരമായി പപ്പടം പരത്തിയെടുക്കുന്നതിനൊപ്പം തന്നെ കാലാവസ്ഥയുടെ കുരുത്തക്കേടുകൾ നോക്കിയിരിക്കുകയും വേണം. പപ്പട നിർമ്മാണവും പപ്പടം ഉണങ്ങാനായുള്ള കാത്തിരിപ്പുമൊക്കെ ചേരുമ്പോൾ മനസ്സമാധാനത്തോടെ വിശ്രമിക്കാനായി അധികം സമയം കിട്ടാറില്ലെന്ന് ഇവർ പറയുന്നു. നിർമ്മാണ വസ്തുക്കളുടെ വില വർദ്ധിച്ചതിനനുസരിച്ച് പപ്പടത്തിന്റെ വില വർദ്ധിപ്പിക്കാൻ സാധിക്കാത്ത അവസ്ഥയുമുണ്ട്. കൂടാതെ യന്ത്രനിർമ്മിത വൻകിട കമ്പനികളുടെ കടന്നുവരവ് കുടിൽ വ്യവസായത്തിന് വലിയ വെല്ലുവിളിയുമാകുന്നുണ്ട്. ഓണം അടുത്തെത്തുമ്പോഴും വമ്പന്മാർക്കൊപ്പം മുട്ടിനിന്ന് വിപണി കീഴടക്കാൻ സാധിക്കാത്തതിൻ്റെ നിസ്സഹായതയുമുണ്ട് ഇവർക്ക്. അതിനോടൊപ്പം തന്നെ ആരോഗ്യ ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഇടയ്ക്കിടെയുള്ള പരിശോധനയും ഇവരെ വീർപ്പ് മുട്ടിക്കുന്നു. ആഘോഷങ്ങളൊക്കെ മാറി മാറി വരുമ്പോഴും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ലാതെ പപ്പടം ഉണങ്ങാനിട്ടുള്ള കാത്തിരിപ്പ് പോലെ അനിശ്ചിതത്വത്തിലാണ് ഇവരുടെ ജീവിതവും. കുടിൽ വ്യവസായത്തെ സംരക്ഷിക്കാനായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പ്രത്യേക ഇടപെടൽ ഉണ്ടാവണമെന്നതാണ് ഇവരുടെ പ്രധാന ആവശ്യം. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പെൻഷനേഴ്സ് ഫോറം കേരള ഷൊർണൂർ യൂണിറ്റ് വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും കുളപ്പള്ളി ഗവൺമെന്റ് ടെക്നിക്കൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് മാത്യു വി ജോൺ ഉദ്ഘാടനം ചെയ്തു.
യൂണിറ്റ് പ്രസിഡന്റ് NP രാജനാരായണൻ അധ്യക്ഷത വഹിച്ചു. PPF അംഗം K കരുണാകരന്റെ ആത്മകഥ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ ഡോക്ടർ KS ജിതിൻ, ഡോക്ടർ V സൗഭാഗ്, കോഴിക്കോട് സർവകലാശാലയിൽ നിന്ന് BA എക്കണോമിക്സിൽ 1ാം റാങ്ക് നേടിയ അനഘ നായർ എന്നിവരെ അനുമോദിച്ചു. P ഗോപിനാഥൻ, KO ജോസഫ്, VS സുദർശനൻ, M മോഹനചന്ദ്രൻ, K ശൈവപ്രസാദ്, K ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി NP രാജനാരായണൻ പ്രസിഡന്റ്, V കുമുദാബായി വൈസ് പ്രസിഡന്റ്, VS സുദർശനൻ സെക്രട്ടറി, KO ജോസഫ് ജോയിന്റ് സെക്രട്ടറി, V വേണുഗോപാലൻ ട്രഷറർ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അഹ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഗോള റൈഡ് ഫോർ പീസ് ക്യാമ്പയിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നും പഞ്ചാബിലേക്ക് നടത്തുന്ന സൈക്കിൾ യാത്രയുടെ ഭാഗമായി പാഞ്ഞാൾ സ്വദേശി പാഞ്ഞാൾ വല്ലങ്കിപ്പാറ അഹ്മദിയ പള്ളിയിലെ റഹീം അഹമ്മദ് മൗലവിയാണ് കേരളത്തിൽ നിന്നും പഞ്ചാബിലേക്ക് സൈക്കിൾ യാത്ര നടത്തുന്ന 5-അംഗ സംഘത്തിന്റെ ഭാഗമായത്. അഹ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ദേശീയ ആസ്ഥാനമായ പഞ്ചാബിലെ ഖാദിയാനിൽ ഒക്ടോബറിൽ നടക്കുന്ന വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുക ലക്ഷ്യമിട്ടാണ് യാത്ര. കുളപ്പുള്ളി INTUC ഓട്ടോ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം നടത്തി. DCC സെക്രട്ടറി VK ശ്രീകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. P സയ്യിദ്, K വിനോദ്, K ജയരാജൻ, MK രവീന്ദ്രൻ, മണികണ്ഠൻ, ദിലീപ്, യൂസഫ്, ഫൈസൽ, സെയ്തലവി തുടങ്ങിയവർ നേതൃത്വം നൽകി. അമ്പലപ്പാറ കടമ്പൂർ നാട്ടുകൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റ്, ഓണപ്പുടവ വിതരണം നടന്നു. വാർഡ് മെമ്പർ A വിജിതയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ 500-ലേറെ കുടുംബങ്ങൾക്ക് എല്ലാ വർഷവും ഓണക്കിറ്റും ഓണപ്പുടവയും നൽകി വരുന്നുണ്ട്. 2015 മുതൽ പ്രദേശത്ത് 100 കുടുംബങ്ങൾക്ക് ഓണപ്പുടവയും ഓണക്കിറ്റും നൽകി വരുന്നുണ്ട്. ഈ വർഷം വാർഡിലെ ഏറ്റവും പ്രായം കൂടിയ തെക്കേപ്പുരയ്ക്കൽ പാറുഅമ്മയെ ആദരിച്ചുകൊണ്ടാണ് ഓണക്കോടി വിതരണത്തിന് തുടക്കം കുറിച്ചത്. വാർഡിലെ മുഴുവൻ SC കുടുംബങ്ങൾക്കും മാനദണ്ഡ അടിസ്ഥാനത്തിൽ മറ്റ് വിഭാഗങ്ങളിലുള്ള കുടുംബങ്ങൾക്കും ഈ ഓണസമ്മാനം നൽകുമെന്ന് നാട്ടുകൂട്ടം ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വാടാനാംകുറിശി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഓണച്ചന്തയ്ക്ക് തുടക്കമായി. ഓണച്ചന്ത ഓങ്ങല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് ഉദ്ഘാടനം ചെയ്തു. സർവീസ് സഹകരണ ബാങ്ക് വാടാനാംകുറിശി ശാഖയുടെ ഓണച്ചന്തയ്ക്ക് ചൊവ്വാഴ്ച രാവിലെ തുടക്കമായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് നീന്തക്കുല നൽകിക്കൊണ്ട് ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉത്സവ സീസണായി കഴിഞ്ഞാൽ പൊതുവെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടുന്ന ഒരു സാഹചര്യമാണ് എല്ലാ കാലങ്ങളിലും ഉണ്ടാക്കിയത്. അത്തരം സമയങ്ങളിൽ വില പിടിച്ചു നിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റും അതോടൊപ്പം സഹകരണ മേഖലയിലുള്ള ബാങ്കുകളും നല്ല രൂപത്തിലുള്ള ഇടപെടലുകൾ എല്ലാ വർഷവും നടത്താറുണ്ട്. അത് ഓണമായാലും വിഷു ആയാലും എല്ലാം ഇത്തരത്തിലുള്ള ചന്തകളും മറ്റും നടത്താറുണ്ട്. സാധാരണക്കാർക്ക് ആ സമയങ്ങളിൽ മിതമായ നിരക്കിൽ അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ചന്തകൾ നടത്തുന്നത്. ചടങ്ങിൽ ബാങ്ക് മുൻ വൈസ് പ്രസിഡന്റ് K അശോകൻ അധ്യക്ഷനായി. ബ്ലോക്ക് മെമ്പർ P പ്രസന്ന, ഷൊർണൂർ അർബൻ ബാങ്ക് വൈസ് ചെയർമാൻ PP വിജയൻ, ബാങ്ക് ഡയറക്ടർ അനിൽ, സ്മിത തുടങ്ങിയവർ സംസാരിച്ചു. ഉത്രാടം വരെയാണ് ചന്ത പ്രവർത്തിക്കുക. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ കോപ്പറേറ്റീവ് സർവീസ് ബാങ്ക് ഓണച്ചന്ത നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് വൈസ് പ്രസിഡന്റ് MK രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ G സുധീർ സ്വാഗതം പറഞ്ഞു. ഡയറക്ടർമാരായ സജിൻ, ഗോപി പാലാട്ട്, സുശീല, ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി C നളിനി, C രാകേഷ്, M അനൂപ് തുടങ്ങിയവർ പങ്കെടുത്തു. ഓങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ശാഖയുടെ ഓണച്ചന്തയ്ക്ക് തുടക്കമായി. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ചന്ത ഉദ്ഘാടനം ചെയ്തു. സർവീസ് സഹകരണ ബാങ്ക് ഓങ്ങല്ലൂർ ശാഖയുടെ ഓണച്ചന്ത പ്രവർത്തനം ആരംഭിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ചന്ത ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഷൊർണൂർ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ 3 ശാഖകളാണ്. അതിൽ ഓങ്ങല്ലൂർ ബ്രാഞ്ചിൻ്റെ നമ്മൾ ഇന്ന് ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്യാണ്. കാര്യങ്ങളൊക്കെ നമ്മുടെ നാരായണ മാഷ് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് എല്ലാവർക്കും ഓണത്തിന് നല്ലൊരു ഓണസദ്യ ഇന്ന് കൊടുക്കാൻ ഉള്ള ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ എല്ലാ ജനങ്ങൾക്കും വേണ്ടി നമ്മുടെ ബാങ്ക് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഷൊർണൂർ കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് P നാരായണൻ മാസ്റ്റർ അധ്യക്ഷനായി. AM നാരായണൻ മാസ്റ്റർ, TV ഗിരീഷ്, മനു, സജീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പച്ചക്കറി, പലവ്യഞ്ജന കിറ്റ്, നേന്ത്രക്കായ, സ്രാവ് എന്നിവയാണ് ചന്തയിൽ നിന്നും ലഭിക്കുന്നത്. ഓണച്ചന്ത ഉത്രാടം വരെ പ്രവർത്തിക്കും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടികൾ വൈകിയതിന്റെ കാരണം ജസ്റ്റിസ് ഹേമ നൽകിയ കത്തെന്ന് മുൻ സാംസ്കാരിക മന്ത്രി AK ബാലൻ. ഇരകൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സ്വകാര്യത മാനിക്കണമെന്ന് കത്തിൽ നിർദ്ദേശിച്ചിരുന്നു.
സർക്കാരിന് ഈ വിഷയത്തിൽ ഒന്നും ഒളിച്ചുവെക്കാനില്ലെന്നും കോടതി അനുമതി നൽകിയ സാഹചര്യത്തിൽ ശക്തമായ തുടർ നടപടികൾ ഉണ്ടാവുമെന്നും AK ബാലൻ. PK ശശി വ്യാജ പരാതിയുണ്ടാക്കി തന്നെ കുടുക്കാൻ ശ്രമിച്ചെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ചില മാധ്യമങ്ങളിൽ ഇതു സംബന്ധിച്ചു വന്ന വാർത്തയെക്കുറിച്ച് അറിയില്ല. പാർട്ടിയിലെ കാര്യങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബ്രാഞ്ച് അംഗത്തിന് KTDC ചെയർമാൻ പദവിയിൽ ഇരിക്കാൻ പാടില്ലെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലെന്നും EN സുരേഷ് ബാബു. കടൽ മാർഗമുള്ള ലഹരിക്കടത്തിനെതിരെ തൃശൂർ ജില്ലയിൽ അതീവ ജാഗ്രത. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ കടലിലും തീരപ്രദേശങ്ങളിലും സംയുക്ത പരിശോധന. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് രൂപീകരിച്ച പ്രത്യേക സംഘം പരിശോധന ശക്തമാക്കിയത് ഓണം വേളയിൽ തീരദേശം കേന്ദ്രീകരിച്ച വ്യാജമദ്യവും സ്പിരിറ്റും കഞ്ചാവും എത്താൻ സാധ്യതയുണ്ടെന്ന സൂചനയെ തുടർന്ന്. ഓങ്ങല്ലൂരിൽ വികസന മുരടിപ്പ് ആരോപിച്ച് BJP. പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. കേന്ദ്ര പദ്ധതികൾ ഭരണസമിതി അട്ടിമറിക്കുകയാണെന്നും ആക്ഷേപം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച്. എലവഞ്ചേരിയിൽ കുടുംബശ്രീ അഴിമതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ യുവമോർച്ച ധർണ. ഇടതു സർക്കാർ നൽകുന്നത് രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമിട്ടുള്ള വാഗ്ദാനങ്ങൾ മാത്രമെന്ന് അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയൻ INTUC. ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ യഥാസമയം ലഭിക്കാത്ത സ്ഥിതിയായെന്നും ആക്ഷേപം. ആനുകൂല്യ നിഷേധത്തിനെതിരെ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ. അമ്പലപ്പാറ പഞ്ചായത്തിലെ ചുനങ്ങാട് മലപ്പുറത്ത് പാതയോരത്ത് കഞ്ചാവ് ചെടി കണ്ടെത്തി. മലപ്പുറം സ്കൂളിന് സമീപത്തെ വളവിൽ പാഴ്ചെടികൾക്കിടയിൽ കണ്ടെത്തിയത് 1 മാസം വളർച്ചയെത്തിയ കഞ്ചാവ് ചെടി. സംഭവത്തിൽ ഒറ്റപ്പാലം പോലീസ് അന്വേഷണം തുടങ്ങി. NR ഗ്രാമപ്രകാശിന്റെ പരാതിക്ക് മറുപടിയുമായി കലാമണ്ഡലം രജിസ്ട്രാർ. ജീവനക്കാർക്കെതിരെ മുൻ രജിസ്ട്രാർ ഉന്നയിച്ച ആക്ഷേപം വസ്തുതാവിരുദ്ധമെന്ന് ഡോക്ടർ P രാജേഷ് കുമാർ. സർവീസ് കാലയളവിൽ 3 മാസത്തോളം അനധികൃതമായി പണം കൈപ്പറ്റിയെന്ന ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മുൻ രജിസ്ട്രാർക്കെതിരെ നടപടി സ്വീകരിച്ചതെന്നും വിശദീകരണം. അനങ്ങൻമലയിലെ അനധികൃത ഖനനം അവസാനിപ്പിക്കണമെന്ന വെൽഫെയർ പാർട്ടി. ഖനനം തുടർന്നാൽ മറ്റൊരു വയനാട് ആവർത്തിക്കപ്പെടും. ക്വാറി കമ്പനിയുടെ പ്രവർത്തനം ചില ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണെന്നും വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും നേതാക്കൾ. ഓണക്കാലത്തും പ്രതിസന്ധികളുടെ വറച്ചട്ടയിൽ പപ്പട നിർമ്മാണ കുടിൽ വ്യവസായ മേഖല. വൻകിട നിർമ്മാണ യൂണിറ്റുകളോട് മത്സരിക്കാനാകാതെ പരമ്പരാഗത പപ്പട നിർമ്മാണ തൊഴിലാളികൾ പതറുന്നു. ഓണം വേളയിൽ പപ്പടത്തിന് വിപണിയിൽ ഡിമാൻഡ് വർദ്ധിക്കുമ്പോഴും കോട്ടായി മേഖലയിലെ പരമ്പരാഗത പപ്പട നിർമ്മാണ തൊഴിലാളി കുടുംബങ്ങൾക്കിത് നിറം ചോർന്ന ആഘോഷവേള. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നന്ദി, നമസ്കാരം.